പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോബിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു മരം നമ്മൾ മണ്ട വെച്ച് മുറിച്ച് കളഞ്ഞാലും പ്രിയപ്പെട്ട സഹോദരൻ, അധികം താമസിയാതെ തന്നെ അതിൽ പുതിയ നാമ്പുകൾ ഉണ്ടായി വരും. അടുത്ത വാക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഉറക്കെ പറയാം ഹല്ലേലൂയ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള പുല്ല് നന്നായിട്ട് നമ്മളിങ്ങോട്ട് ചെത്തിക്കളയും. ഒരു കുറുന്തോട്ടി അല്ലെങ്കിൽ ചെറിയ ചെറുതുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതങ്ങ് ചെത്തിക്കളഞ്ഞ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞു, മുറ്റം എല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു, യാതൊരു കുഴപ്പവും വിചാരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത പുതുമഴ പെയ്യണ സമയത്ത് വെള്ളത്തിൻ്റെ ഒരു നനവ് ആ മണ്ണിലേക്ക് പതിച്ചാൽ നമ്മൾ വിചാരിച്ച ആ ചെടികൾ നശിച്ചു പോയെന്ന് വിചാരിച്ച എല്ലാ ചെടികളും അതേ രൂപത്തിലും ഭാവത്തിലും അത് ശാഖ പുറപ്പെടുവിച്ച് അത് വീണ്ടും വീണ്ടും തളിരിട്ട് വരും. ഉറക്കെ പറ ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന ഒരു ശൈലിയാണിത്. ഒരു വൃക്ഷത്തിന്റെ മണ്ട മുറിച്ച് കളഞ്ഞാൽ അത് വീണ്ടും തളിർക്കുന്നത് പോലെ, ഒരു ചെടി നലം പറ്റി നമ്മൾ ചെത്തിക്കളഞ്ഞാൽ വെള്ളത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അതിന്റെ വേരുകളിൽ നിന്ന് മുള പൊട്ടുന്നത് പോലെ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളും ഇനി മുന്നോട്ട് പോകാൻ യാതൊരു തരത്തിലും ഒരു വാതിലുകളുമില്ല എന്ന് ചിന്തിച്ച് പാരമ്പര്യത്തിന്റെ വംശത്തിന്റെ കുറ്റിവേരുകൾ അഴുകിക്കിടക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നനവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ ജീവിതം വീണ്ടും അനുഗ്രഹം പ്രാപിച്ചുയരും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഇവിടെ ധ്യാനം കൂടിയ ഒരു വ്യക്തിയുടെ അനുഭവം അച്ഛൻ നിങ്ങളോട് പറയാം. അവരോട് സഹോദരങ്ങളെ, അങ്ങനെ ഒരു വ്യക്തി ധ്യാനിക്കുന്നുണ്ടെന്നുള്ള കാര്യം അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ധ്യാനത്തിന്റെ 2-ാമത്തെ ദിവസം അവിടെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധ്യാനത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു സന്ദേശം അൽത്താരയിൽ പറയപ്പെട്ടു. 1 കോടിയിലധികം രൂപ കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഹല്ലേലൂയ. കടബാധ്യത എത്രയാ? 1 കോടിയിലധികം രൂപ കടബാധ്യത. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമുക്കൊരു 2 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ സന്ദേശം പറയാണ്, 1 കോടിയിലധികം രൂപ കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. അവർക്ക് പറയാം ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ സന്ദേശം സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷ സമയത്ത് വിളിച്ചു പറഞ്ഞു. ധ്യാനത്തിന്റെ 2-ാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കുമ്പസാരം കഴിഞ്ഞ് ഒരു വ്യക്തി ഇനി സാക്ഷ്യം പറയാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റേജിലേക്ക് അൾത്താരിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി അൾത്താരിലേക്ക് കയറി വന്നിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ 1,25,00,000 രൂപ കടബാധ്യതയായിട്ടാണ് ഞാൻ ഈ ധ്യാനത്തെ സംബന്ധിക്കാൻ വന്നത്. 1,25,00,000 രൂപ. അതൊരു പ്രത്യേക തരത്തിൽ ഒരു ബിസിനസ് വഴി അങ്ങനെ കടബാധ്യത വന്ന് ഈ മനുഷ്യൻ ആ കടബാധ്യതയിൽ അകപ്പെട്ട്, എന്നിട്ട് സഹോദരങ്ങളെ, ബോംബെയിലുള്ള ഒരു കമ്പനി വഴി ബന്ധപ്പെട്ട് 8 മാസമായിട്ട് ഈ കടബാധ്യത ഒന്ന് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. 8 മാസമായിട്ടും യാതൊരു തരത്തിലുള്ള അനക്കവും ഇല്ല, മുന്നോട്ട് പോകാൻ യാതൊരു തരത്തിലുള്ള വഴികളുമില്ല. ഈ വ്യക്തി ഇവിടെ വന്ന് ധ്യാനം കൂടിയ ആ നിമിഷം, ആ സന്ദേശം എന്ന് പറയപ്പെട്ടോ ആ ദിവസങ്ങൾ അയാൾ കരഞ്ഞ് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആ ദിവസം തന്നെ ആ കമ്പനിയിൽ നിന്ന് അവരെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് അത് ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പർ തയ്യാറായിരിക്കുന്നുവെന്നാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ധ്യാനത്തിനിടയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഴി വെളിപ്പെടുത്തപ്പെട്ട ആത്മീയ ദൂതെന്ന് പറയണത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും
എന്ന് പറഞ്ഞാൽ 1 കോടിയിലധികം രൂപ കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വേര് അഴുകിപ്പോയ ഒരു ജീവിതത്തിന് തുല്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുകളിലും ദൈവത്തെ പ്രത്യാശയോടെ വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടും. ഉറക്കെ പറയാം ഹല്ലേലൂയ. സത്യം പറഞ്ഞു ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ തുടങ്ങും. അതാണ് റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനം. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ തിരുവചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ഹൃദയം പറഞ്ഞു ഹല്ലേലൂയ. സഹോദരങ്ങളെ, വെള്ളം എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണ്? എന്തിന്റെ പ്രതീക? പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് വെള്ളം എന്ന് പറയുന്നത്. ഇത്തിരി വെള്ളത്തിന്റെ ഗന്ധമേറ്റ് കഴിയുമ്പോൾ, വെള്ളത്തിന്റെ നനവേറ്റ് കഴിയുമ്പോൾ ഒരു ജീവിതം കരിപ്പിടിച്ച് വരുന്നത് പോലെ, ഒരു ചെടി അത് ഉണർവ് പ്രാപിച്ച് വരുന്നത് പോലെ, ഒരു വ്യക്തി പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നനവാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഒരു ധ്യാനം ഇവിടെ സമാപിച്ചിട്ടേ ഉള്ളൂ. ആ ധ്യാനത്തിൽ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞ കാര്യം ഓർക്കാണ്. ആ സഹോദരി ഒരു ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ഈ കൺവെൻഷന് വേണ്ടി പോരാണ്. ഇതേപോലത്തെ ഒരു കൺവെൻഷന് വേണ്ടി ആ സഹോദരി ആദ്യ വെള്ളിയാഴ്ച പുറപ്പെടുവാണ്. അങ്ങനെ ആദ്യ വെള്ളിയാഴ്ച പുറപ്പെടുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ച എന്തെന്നറിയാമോ? ഈ സഹോദരിയുടെ അടുത്ത വീട്, ആ വീട്ടിലെ കുടുംബനാഥൻ ഭയങ്കരമായിട്ട് മദ്യപിച്ച്, ആ മദ്യപാനം കൂടിയിട്ട് അതൊരു പ്രത്യേക തരത്തിലുള്ള രോഗപീഠയും ചേഷ്ടയും കാണിച്ച് അങ്ങനെ ഒരു ദുർദൃഷ്ടം ബാധിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഈ അയലോകത്തെ ചേർത്ത് ധ്യാനിക്കാൻ വേണ്ടി വരണത്. അപ്പൊ അയലോകത്തെ ചേർത്ത് ഈ സഹോദരനെ കണ്ടു. ഈ സഹോദരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കഷ്ടമാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ധ്യാനിക്കാൻ വന്ന് ഈ ആലയത്തിൽ വെള്ളിയാഴ്ച ഇതുപോലെ ആദ്യ വെള്ളി ശുശ്രൂഷയിൽ ഓരോ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരൻ എന്തെന്നറിയാവോ? തൻ്റെ അയലോകത്തെ വീട്ടിലുള്ള ചേട്ടൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി ഈ ചേട്ടത്തി പ്രാർത്ഥിച്ചു. സ്വന്തം കുടുംബത്തിന് കാര്യമുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അയലോകത്തെ ചേട്ടൻ്റെ മദ്യപാനം മാറണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സഹോദരി പ്രാർത്ഥിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ. ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് ഈ സഹോദരി വീട്ടിൽ ചെന്നപ്പോൾ ചെന്ന് കാഴ്ചയെന്നറിയോ? ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വരെ തെറിയും ചീത്ത വാക്കുകളും പറഞ്ഞിരുന്ന ഈ സഹോദരൻ അന്ന് വൈകുന്നേരം ഈ സഹോദരി തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ കയറിയിട്ട് തിരിച്ചു ചെന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വ്യക്തി വിളിച്ചിങ്ങനെ പറയാണ്, എനിക്ക് മദ്യപാനം എങ്ങനെ അവസാനിക്കണം, എന്നെ എവിടെയെങ്കിലും ചികിത്സിക്കാൻ കൊണ്ടുപോകും, എന്നെ എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞിട്ടിരിക്കുക. പിന്നെ അതിനുശേഷം അയാൾ മദ്യപിച്ചിട്ടില്ല. 3 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സഹോദരി കഴിഞ്ഞ ആഴ്ച ധ്യാനിക്കാൻ വന്നത്. ആ ധ്യാനത്തിന്റെ നടുവിൽ പറഞ്ഞ അനുഭവസാക്ഷിയാണ് അച്ഛനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അവർക്ക് പറയാം ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറയാ. ഒന്നുകൂടെ പറയാ. കരങ്ങൾ താഴ്ത്താം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയപ്പെട്ട സഹോദരങ്ങൾ, ഒരു വ്യക്തി പ്രത്യാശയോടെ എന്ന് പറഞ്ഞ് ഇനി രക്ഷപ്പെടിയേല എന്നിരിക്കുന്ന അവസ്ഥയിലും അതിന് മുകളിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ പ്രാർത്ഥനകളുടെ ജീവിതത്തിലും ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അങ്ങനെ പറയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഈ പ്രത്യാശ കൈവടിയാൻ പാടില്ല. അതാണ് മക്കമാരുടെ പുസ്തകം 2-ാമത്തെ പുസ്തകം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അമ്മയെയും 7 പുത്രന്മാരെയും രാജാവ് അന്ത്യോക്യസ് രാജാവ് വറ ചട്ടിയിലിട്ട് പൊരിക്കണ സമയത്ത് ആ അമ്മ പറയാണ്, ഒറ്റ ദിവസം തൻ്റെ 7 പുത്രന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടും കർത്താവിലുള്ള പ്രത്യാശ അവൾ കൈവിട്ടില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ഞെരുക്കങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും ഒരു ദൈവ പൈതൽ ഭയപ്പെടാതെ പ്രത്യാശയോടെ നിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ്. സാധാരണഗതിയിൽ ഒരു കടബാധ്യത വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ ഭയം വന്ന് മനുഷ്യനെ കീഴ്പ്പെടുത്തും. അങ്ങനെ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ.
അതാണ് 118 സങ്കീർത്തനത്തിൽ 6, 7, 8, 9 തിരുവചനങ്ങൾ പഠിപ്പിക്കേണ്ടത്. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മുമ്പോട്ട് പോകാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുന്ന സമയത്തും ഒരു വ്യക്തി ഭയപ്പെടാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഒരു ദൈവഭക്തൻ ഭയപ്പെട്ട് നിരാശയുടെ പിടിയിലേക്ക് പോകാൻ പാടില്ല. മറിച്ച് ഇങ്ങനെ പറയണം, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു മനുഷ്യനും ഒരു ദുർപീഡയ്ക്കും ഒന്നിനും എന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെന്ന് പ്രത്യാശയോടെ പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടാകും. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 1 വർഷം മുമ്പ് ഇവിടെ ഒരു വ്യക്തി വന്നപ്പോൾ ഒരു അനുഭവം പറഞ്ഞ് ഓർക്കാണ്. അത് നിങ്ങൾ പേപ്പറുകളിലെ TV-യിൽ കണ്ട വളരെ പ്രമാദമായ ഒരു ന്യൂസിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിങ്ങനെയാണ്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ പുതിയ സർക്കാർ കാര്യങ്ങളൊക്കെ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം വന്ന് അദ്ദേഹത്തിന് അടക്കം കുറേ പേരെ പ്രത്യേക തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്ന പേരിൽ അവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജിലൻസ് അറസ്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. പേപ്പറുകളിൽ ന്യൂസ് വന്നു, TV-യിൽ വാർത്ത വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും, അവർ കൂടുതലുണ്ടായിരുന്ന എല്ലാവരും തന്നെ രാഷ്ട്രീയക്കാരിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും കൈക്കൂലി കൊടുത്തും എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യരെ ആശ്രയിച്ചു, ഭയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും നെടുവേർപ്പെട്ട് ഓടാൻ തുടങ്ങി. എന്നാൽ അച്ഛന് പരിചയമുള്ള കുടുംബം ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ, ആ കുടുംബം തൃശ്ശൂർ നിത്യാരാധന ചാപ്പലിലും പാലക്കാട് നിത്യാരാധന ചാപ്പലിലും ഭാര്യയും മക്കളും കൂടി ഒരുമിച്ച് പോയിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ കുടുംബത്തിന്റെ പ്രത്യേകത, ഈ മനുഷ്യൻ കാര്യം ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തി എന്നല്ല, ഒരു ചെറിയ ഒപ്പിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത് ആ കുറ്റകൃത്യവുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമല്ല. അദ്ദേഹത്തെ കൂട്ടുപ്രതിയാകെ ചേർത്തിരിക്കുക. ഇദ്ദേഹം രാഷ്ട്രീയക്കാരെ കാണാൻ പോയില്ല, ഇദ്ദേഹം വേറെ ആരെയും കാണാൻ പോയില്ല, പോലീസുകാരെ കാണാൻ പോയില്ല, കൈക്കൂലി കൊടുക്കാൻ പോയില്ല, ഒന്നും കാണാൻ പോയില്ല, ഭയപ്പെട്ടുമില്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പലരും പേപ്പറിൽ ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തെ മാത്രം കേസിൽ നിന്ന് മാറ്റിക്കൊണ്ട് വിജിലൻസ് ബാക്കി എല്ലാ കാര്യങ്ങളെയും അത് ചാർജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ TV-യിൽ പിറ്റേ ദിവസങ്ങളിൽ 15 ദിവസങ്ങൾക്ക് ശേഷം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതിനെ പറയപ്പെടുന്ന ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. അതൊരു കേസായിക്കോട്ടെ, ഒരു തരത്തിലുള്ള ദുരിതമായിക്കോട്ടെ. ജോബിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ തിരുവചനങ്ങൾ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിന്റെ സാക്ഷി സ്വർഗത്തിലും നിന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. നിന്റെ സാക്ഷി സ്വർഗത്തിലും നിന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലുമാണ് ഇരിക്കുന്നത്. ഒരു പ്രതിസന്ധി വന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്ന, പ്രത്യാശയോടെ ദൈവത്തെ കൈവിടാതെ നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും എന്ന് വചനത്തിലൂടെ ഉറപ്പ് തരികയാണ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. 27-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന് 14-ാമത്തെ തിരുവചനം, 27-ാമത്തെ സങ്കീർത്തനം അതിന് 14-ാമത്തെ തിരുവചനം പ്രത്യാശയോടെ ദൈവത്തെ കാത്തിരിക്കാൻ വചനം പഠിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കും. പിന്നെ അവിടെ അധൈര്യത്തിന്, ഭയത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയും. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഭയത്തിന് പറയുന്ന, ഭയം എന്ന് പറഞ്ഞ വികാരത്തിന് പിന്നെ സ്ഥാനമില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രത്യാശയോട് കൂടി ഒരു സ്ഥലത്തേക്ക് വന്നാൽ ആ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സ്പർശിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഒരു 2.5 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി ക്ലൂണി കോൺഗ്രിഗേഷനിൽ നിന്ന് ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്ററിന്റെ പ്രത്യേകത, ഇവിടെ ധ്യാനിക്കാൻ വരുന്ന 3 മാസങ്ങൾക്ക് മുമ്പ് ഈ സിസ്റ്ററിന്റെ സംസാരശേഷി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡ്, ലാരിങ്സ്, വാരിങ്സ് അവിടേക്ക് എന്തൊക്കെ ഒരു പ്രശ്നമായി, സംസാരശേഷി പരിപൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തി. 1 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ സംസാരിച്ചിട്ട് പതുക്കെ കുറച്ച് സംസാരിക്കാം, പക്ഷെ ഫുൾ നല്ല രീതിയിൽ സംസാരിക്കാറായിട്ടില്ല. അത് മാത്രമല്ല,
ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഈ സിസ്റ്ററിന്റെ വായുടെ ഈ നാവിന്റെ ഈ ഭാഗം മുതൽ താഴേക്ക് മുഴുവൻ ഒരു പ്രത്യേക തരത്തിലുള്ള കുരുക്കളും വ്രണങ്ങളും വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിസ്റ്ററിന് പെട്ടെന്ന് ആത്മീയ പ്രചോദനം കിട്ടാണ്. സ്വകീയ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിക്കും. ഇതൊന്നും ഉന്നതമായൊരു പ്രത്യാശയും വിശ്വാസവും ആ സിസ്റ്ററിന് ലഭിച്ചു. ഉടനെ സിസ്റ്റർ സേലത്താണ് സിസ്റ്ററിന്റെ സ്ഥലം. സിസ്റ്റർ അവിടെ നിന്ന് ധ്യാനത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ധ്യാനത്തിന് വേണ്ടി പുറപ്പെട്ട് ഒരു ശനിയാഴ്ച പുറപ്പെട്ട് കോയമ്പത്തൂർ എടയപാളയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അവർക്കൊരു കോൺവെന്റ് ഉണ്ട്. ആ കോൺവെന്റ് വന്ന് താമസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ധ്യാനത്തിന് പുറപ്പെട്ടു. അങ്ങനെ ധ്യാനത്തിന് പുറപ്പെട്ട് കോയമ്പത്തൂർ നമ്മുടെ കുറച്ച് വഴിയുള്ളൂ ആനകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി. അങ്ങനെ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിന് ഒരു ചിന്ത വന്നു, ഇനി കുറച്ചൊരു പ്രിക്കോഷൻ മരുന്ന് വേണേൽ എടുത്തേക്കാം, ഈ മരുന്ന് മേടിക്കുന്നത് നല്ലതാണ്, ഇനി എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് സിസ്റ്റർ കുറച്ച് മരുന്നും കൂടെ മേടിച്ചു. പക്ഷെ അതിന്റെ പ്രത്യാശ കുറവൊന്നുമില്ല, ദൈവം തൊടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സിസ്റ്റർ വരണത്. അങ്ങനെ സിസ്റ്റർ വന്ന് നമ്മൾ ബസ് ഇറങ്ങുന്നത് പോലെ ഈ താഴത്ത് വന്ന് ബസ് ഇറങ്ങി ആദ്യത്തെ സ്റ്റെപ്പ് സഹിയോന്റെ മണ്ണിലേക്ക് എടുത്ത് വെച്ചതും ആ മരിയൻ കൂടാരത്തിന് അവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചതും ഈ സിസ്റ്ററിന്റെ വായുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരിങ്ങനെ പൊളിയണത് പോലെ സിസ്റ്റർ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്താണോ വിചാരിച്ചുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴത്തേക്കും വായുടെ ഉള്ളിൽ നിന്ന് ഒരു തൊലി പോലെ എന്തോ ഇങ്ങനെ പൊളിഞ്ഞ് അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് പോലെ സിസ്റ്റർ അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. സിസ്റ്റർ നടന്ന് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിച്ച കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റർ പരിപൂർണമായി സംസാരശേഷിയും കിട്ടി. ആ തൊണ്ടയിൽ യാതൊരു തരത്തിലുള്ള കുരുക്കളും ഇല്ല. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. സാധാരണഗതിയിൽ ഒരു ധ്യാനത്തിന് സാക്ഷ്യം പറയുന്നത് എപ്പോഴാണ്? ഒരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം സാക്ഷ്യം പറയുന്നത്. ഇത് ധ്യാനത്തിന്റെ ആദ്യ ശുശ്രൂഷയ്ക്ക് കയറിയ നിമിഷം തന്നെ ഈ സിസ്റ്റർ വന്ന് തങ്ങളുടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞ കാര്യം അച്ഛൻ ഓർക്കാണ്, ഈ സിസ്റ്റർ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഓപ്പറേഷൻ ഇതിനെല്ലാം ശേഷം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ട് വേണം ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കണമെങ്കിൽ. കാരണം അതുപോലെ തരത്തിലുള്ള വേദനയും കാര്യങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശയോട് കൂടി ഒരു ദൈവ പൈതൽ ദൈവത്തെ തേടാൻ തീരുമാനമെടുത്താൽ ആ നിമിഷങ്ങൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിച്ചു തുടങ്ങും. സന്തോഷത്തിന് ഹല്ലേലൂയ. ദൈവസൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്റെ എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മളെ തിരുവചനങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, അതിൻ്റെ കുറ്റിവേര് മണ്ണിൽ കെട്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം, വംശം, പാരമ്പര്യം മുതലായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളും അസ്തമിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപ കടബാധ്യതയുണ്ട്. സകല പ്രതീക്ഷയും അസ്തമിച്ചു. സകല പ്രതീക്ഷയും അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന്റെ വഴികൾ തുറക്കപ്പെടും. ഹൃദയം പറഞ്ഞ ഹല്ലേലൂയ, മനസ്സ് പറഞ്ഞ ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സഹായിക്കാൻ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ പലപ്പോഴും ഭയം എന്ന് പറയുന്ന തിന്മ കൊണ്ടുതരുന്നൊരു കാര്യമാണ്. ഭയം അടിസ്ഥാനപരമായ തിന്മയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ നടുവിൽ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ വഴികൾ തുറക്കപ്പെടാതിരിക്കാൻ തിന്മയാണ് നമ്മുടെ ഉള്ളിൽ ഭയം എന്ന് പറയുന്ന വികാരം കൊണ്ടുവന്ന് നടത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത്, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ദുർബലനാകരുത്. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ദുർബലനാകരുത്. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ഭയപ്പെടരുത്. കാരണം നിന്നെ സഹായിക്കാൻ കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്താം. ഒരുപക്ഷെ ഇന്ന് ജീവിതത്തിന്റെ കുറ്റിവേര് മണ്ണിൽ അഴുകിപ്പോയൊരവസ്ഥയിലായിരിക്കാം. അത് ചിലപ്പോൾ ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം, ചില തരത്തിലെ ആസക്തികളായിരിക്കാം, ചില രോഗപീഠകളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം. ഇനി ജീവിതം മുന്നോട്ട് പോകാൻ യാതൊരു തരത്തിലുള്ള വഴികളും തുറക്കപ്പെടാതെ ജീവിതം നശിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും പ്രിയപ്പെട്ട മകനെ, മകളെ, കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. വചനം പഠിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ആരാണ് നാശം അടഞ്ഞിട്ടുള്ളത്? കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഒരാൾ പോലെ നാശമടഞ്ഞ ചരിത്രം ബൈബിളിലില്ലല്ലോ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ. ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ഓരോരുത്തരും യേശുവിന്റെ അത്ഭുത നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. കുറ്റിവേരുകൾ മണ്ണിന്റെ അടിയിൽ കെട്ടുപോയ അവസ്ഥയിലും യേശുവിന്റെ നാമം പ്രത്യാശയോടെ വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഓരൊക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോടെന്തു ചെയ്യാൻ കഴിയും? മനുഷ്യന് എന്നോടെന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവിന്റെ പക്ഷത്തുണ്ട്. എന്നെ സഹായിക്കാൻ കർത്താവിന്റെ പക്ഷത്തുണ്ട്. കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഈ വശങ്ങളിലേക്ക് കാര്യങ്ങളടിച്ച് അച്ഛനെ നെറ്റിയുടെ മുഖത്തൊക്കെ നോക്കി അന്നത്തെ പ്രത്യാശയോടെ കൂടെ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ദുഃഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ദുഃഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മുമ്പിലുള്ളവരും പുറകിലുള്ളവരും അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ദുഃഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ദുഃഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.